നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് കേരളത്തിലെ ജനങ്ങൾ. നിമിഷപ്രിയ തിരിച്ചു വരുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെടുന്നു. നയതന്ത്ര തലത്തിൽ ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിലൂടെ നിമിഷപ്രിയയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്തും സംഭവിക്കും. ഇപ്പോൾ ഇതിനകത്തൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ യമൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് നമുക്ക് അത്യാവശ്യം നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഈ നിമിഷപ്രിയയെ തടവിലാക്കിയിരിക്കുന്ന യമനിലെ ഒരു പ്രത്യേക പ്രവിശ്യയാണ്, ഒരു സ്റ്റേറ്റ് എന്ന് വിചാരിച്ചോളൂ. ആ പ്രദേശത്ത് ഭരണം നടത്തുന്നത് ഈ ഒരു ലോകം മുഴുവനും തീവ്രവാദ സംഘടന എന്ന് കണ്ടെത്തിയ ഹൂതികളാണ്. അവിടെ ഹൂസികളെന്നും അവരെ പറയുന്നുണ്ട്. അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. അവരാകട്ടെ ഈ കടുത്ത മതനിയമങ്ങൾ, ഒരു ഷിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള, ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും കിടക്കുന്നില്ല, വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമാണത്. അവർക്ക് ലോകത്ത് ബന്ധമുള്ളത് ഇറാൻ, അതുപോലെ ഹിസ്ബുള്ള, അതുപോലെ ഹമാസ്, ഇങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ട് മാത്രം. അതിൽ രണ്ടെണ്ണം ഭീകര സംഘടനകളാണ്. ഒന്ന്, ഈ ഇറാൻ എന്ന് പറയുന്നത് മത പൗരോഹിത്യ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രമാണ്. ഭരണ നേതൃത്വം അവരുടേതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മാത്രം ബന്ധം വെച്ചിരിക്കുന്ന, എന്നാൽ പൊതുവെ മറ്റ് ലോകക്രമങ്ങൾക്ക് വഴങ്ങാതെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹൂതികൾ. അവരുടെ ഒരു സ്വയംഭരണ പ്രദേശത്താണ് ഈ സംഭവം നടക്കുകയും അവരുടേതായ ഒരു പോലീസ് സംവിധാനത്തിലും പ്രോസിക്യൂഷനിലും ഒക്കെ കൂടെ കടന്നുപോയി ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ, കുറ്റം സംശയാതീതമായി തെളിഞ്ഞപ്പോൾ അവരുടെ മതനിയമം അനുശാസിക്കുന്നത് വധശിക്ഷയാണ്. അതിന് വിധിച്ചത് അങ്ങനെയാണ്. ഈ സംഭവം ആദ്യകാലത്ത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിപ്പോയി. ഒരു സ്ത്രീയെ ഇങ്ങനെ വീട്ടുടമസ്ഥൻ മാരകമായിട്ട് പീഡിപ്പിക്കുക, അങ്ങനെ പീഡനം സഹിக்க വയ്യാതെ ആ സ്ത്രീ അയാളെ കൊന്നു, അതിന് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. അതും ഒരു മലയാളിയെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ മലയാളി വികാരം ഉണരുകയും നമ്മളെല്ലാവരും അതിനെതിരെ നിലപാടെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് വാർത്തകൾ കൂടുതലായിട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ നിമിഷപ്രിയ ഈ പറഞ്ഞ ഈ കൊല്ലപ്പെട്ടയാളിൻ്റെ അവിടുത്തെ ഇതനുസരിച്ച് വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് ജീവിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതിലൊക്കെ എത്ര സത്യമുണ്ട് എത്ര അസത്യമുണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ നിമിഷപ്രിയ ഇവിടെ വിവാഹിതയാണ്, ഭർത്താവുണ്ട്, ഒരു ജോലി അന്വേഷിച്ചാണ് അവിടെ പോയത്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നിമിഷപ്രിയ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു, ഇയാളെ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങളൊക്കെ മുറിച്ച് അത് പീസാക്കി കഷ്ണം കഷ്ണമാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ, വാട്ടർ ടാങ്കിലൊക്കെ ഇട്ടു എന്നൊക്കെ ഉള്ളത് നിമിഷപ്രിയ സമ്മതിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരാൾ സ്വയം കുറ്റമേറ്റു പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് ശരിയാണ്, ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, ഒരു മലയാളിയാണ്. അതുകൊണ്ട് നമുക്ക് അവരോടൊരു സോഫ്റ്റ് കോർണർ, ഒരു മൃദു സമീപനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മൾ അപ്പുറത്ത് കൊല്ലപ്പെട്ടയാളിൻ്റെ വശത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു പൗരൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കില്ല. ഇവിടെ സ്വാഭാവികമാണ്, അതൊന്നും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുമില്ല. പക്ഷേ ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഈ സോഷ്യൽ മീഡിയയിലടക്കം കിടന്ന് കാണിക്കുന്ന ശബ്ദ കോലാഹലങ്ങളല്ല വേണ്ടത്. വളരെ കൃത്യമായി നയതന്ത്ര തലത്തിൽ കേന്ദ്ര സർക്കാർ വഴി തന്നെയാണ് അത് ഇടപെടേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നിമിഷപ്രിയയുടെ അമ്മ യമനിലുണ്ട്. അവർ ഈ കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ്. അത് സാധിക്കുന്നില്ല, അവർ തയ്യാറാകുന്നില്ല, അവരൊരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് വധശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്, 2-3 കാര്യങ്ങൾ ഇപ്പം ഏറ്റവും പുതുതായിട്ട് സംഭവിച്ചു. അതിലൊന്ന്, ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാൻ വഴി, ഇറാൻ നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്, നമുക്ക് ഇറാനുമായിട്ട് വ്യാപാരമുണ്ട്, നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, ഇറാൻ്റെ ഒരു നല്ല സുഹൃത്താണ് നമ്മൾ.
ഇറാൻ പലപ്പോഴും അതൊക്കെ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇസ്രയേലുമായിട്ടുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ഇടപെടണം എന്നൊക്കെ ഒരു വശത്ത് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. മറുവശത്ത് ഈ ഇറാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം, ഒരു രാജ്യമാണ് ഇറാൻ. ഇതിനിടെ പലരും പറയുന്നത് ഈ ഇറാൻ അതോടൊപ്പം തന്നെ ഇസ്രയേൽ തമ്മിലുള്ള സംഘർഷം ഉണ്ടായതാണ് ഈ ചർച്ചയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായതെന്ന് പറയുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും വാസ്തവം? അല്ല, അതിനകത്ത് വലിയ വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ചർച്ച വൈകിപ്പിച്ചിട്ടുണ്ടാകാം. ഈ ഇറാൻ സ്വാഭാവികമായിട്ട് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പുറകെ പോകുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ ഈ അപേക്ഷ, ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരുടെ ശ്രദ്ധ മുഴുവനും യുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇറാൻ പോലൊരു രാജ്യത്തിന് മാത്രമേ ഈ ഹൂതികളെ എന്താ പറയുക, ഈ പറയുന്ന ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ചർച്ച ചെയ്യാനെങ്കിലും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു രാജ്യങ്ങൾക്കും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ആളും അർത്ഥവും ആയുധവും ഒക്കെ കൊടുക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് ഇറാൻ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങളത് എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് പറയാം. അപ്പോൾ ഇറാൻ്റെ സമ്മർദ്ദം ഹൂതികൾക്ക് മേലുണ്ടാക്കാൻ, അങ്ങനൊരു സമ്മർദ്ദം ഉണ്ടാക്കാൻ ഇറാന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറൊരു രാജ്യങ്ങൾക്കും സാധിക്കില്ല. ഈവൻ തുർക്കിയോ അസർബൈജാനോ പോലും അങ്ങനെ ഒന്നും സാധിക്കുമെന്ന് ലോകത്താരും വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഇറാൻ ഇടപെട്ട് ഒരു ചർച്ചയുടെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ചർച്ച ചെയ്യേണ്ടത് അവിടുത്തെ ആ പ്രവിശ്യയിലെ ആരാണോ ഭരണം നിർവഹിക്കുന്നത് അവരോട് മാത്രമല്ല, ഈ കുടുംബത്തോടും, കൊല്ലപ്പെട്ടയാളിൻ്റെ കുടുംബത്തോടും ചർച്ച ചെയ്യണം. ആ ചർച്ചയ്ക്ക് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നയതന്ത്ര തലത്തിൽ മാത്രം ഇടപെട്ടാൽ പോരാ, മറിച്ച് അവരെ സ്വാധീനിക്കാൻ ലോകത്ത് കഴിയുന്ന ആരൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ചും മതനിയമം നിലനിൽക്കുകയും കടുത്ത യാഥാസ്ഥിതികമായ മതവിശ്വാസം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് വേണം അവിടെ പോയി ചർച്ച നടത്താൻ. അല്ലാതെ വെറുതെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ പോയി, നമ്മളിപ്പോൾ ലണ്ടനിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ ഒക്കെ പോയി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തുന്നത് പോലെ ഇവരോട് ചർച്ച നടത്താൻ പറ്റില്ല. കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഇടപെടൽ അവരെ അംഗീകരിക്കില്ല, അവരതിന് വഴിപ്പെടില്ല. അപ്പോൾ അവിടെ വേണ്ടത് കൃത്യമായിട്ട് ആ മതനേതൃത്വത്തെ, ആ കുടുംബത്തെ, യാഥാസ്ഥിതിക മനോഭാവമുള്ള മതവിശ്വാസികളായ ആ കുടുംബത്തെ ഒരു അനുരഞ്ജനത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു മതനേതൃത്വത്തെ വേണം. അങ്ങനെയുള്ള ഒരു മതനേതൃത്വത്തെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ആ ചർച്ചയ്ക്ക് പോകാൻ. അല്ലാത്ത പക്ഷം ആ ചർച്ച പൊളിഞ്ഞു പോകും. നിമിഷപ്രിയയുടെ മോചനം അസാധ്യമായി തീരുകയും ചെയ്യും. ഒരു പക്ഷേ വധശിക്ഷ നടപ്പാക്കിയെന്നും വരാം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട്, ഞാൻ പറയുന്നത് അതിന് ഇന്നയാളെന്നില്ല, ഒരു പേരൊന്നും നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് ശരിയാകില്ല. ആരാണോ ഏറ്റവും ഉചിതമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന, കേന്ദ്ര സർക്കാരിന് വിശ്വാസമുള്ള ഒരു മതനേതൃത്വത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഈ യമനിലെ ഭരണ നേതൃത്വത്തോടും അതുപോലെ തന്നെ തലാലിൻ്റെ കുടുംബത്തോടും സംസാരിക്കാൻ. അല്ലാതെ നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട്, നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോയാൽ വിജയിക്കില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ തീരുമാനം വരേണ്ടത് അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു അനുരഞ്ജനത്തിലെത്തിയാൽ ഈ വീട്ടുകാർ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ, ഈ മാപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ വധശിക്ഷ ഒഴിവാകുന്നേ ഉള്ളൂ, അപ്പോഴും ജയിൽ മോചനം സാധ്യമല്ല. മോചനം സാധ്യമാകണമെങ്കിൽ ഈ ബ്ലഡ് മണി, ചോരപ്പണം കൊടുക്കണം. ആ ചോരപ്പണം ഈ ഒരു സാഹചര്യം, ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ചോരപ്പണത്തിൻ്റെ കാര്യം സംസാരിക്കാൻ പോലും കഴിയുള്ളൂ. അല്ലാതെ എടുത്തു ചാടി ആദ്യമേ ചെന്ന് ഞങ്ങൾ ചോരപ്പണം കൊടുക്കാൻ, നമുക്കറിയാം അവിടുത്തെ ഈ ഒരു ആക്ഷൻ കൗൺസിലുണ്ട്, ഒരു അഡ്വക്കേറ്റ് സാമുവലൊക്കെ ഇടപെടുന്ന, അവർ കുറേ കൂടെ ലോജിക്കലായിട്ട് വളരെ കാര്യകാരണ സഹിതമാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർക്കാണ് അവിടുത്തെ സിറ്റുവേഷൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വിശ്വാസത്തിലെടുത്ത് അവർ പറയുന്നത് പോലെ വേണം മുന്നോട്ട് പോകാൻ. ഇത് രാജ്യാന്തര കോടതി, ഇൻ്റർനാഷണൽ കോർട്ടൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല. ഇൻ്റർനാഷണൽ കോർട്ടിനൊന്നും അങ്ങോട്ട് പ്രവേശനം പോലുമില്ല. അത് ഒരു പ്രാദേശിക ഭരണകൂടം എന്ന് തന്നെ പറയാം. ഈ ഹൂതികളുടെ ഒരു പ്രാദേശിക ഭരണകൂടം. ഈ ഹൂതികൾക്കകത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു വിഭാഗത്തിൻ്റെ കയ്യിലാണ്.
അപ്പോൾ അവർ എത്രത്തോളം യാഥാസ്ഥിതികത്വം, മതവിശ്വാസം, മതനിയമത്തിലുള്ള ഉറച്ച നിലപാടൊക്കെ ഉള്ളവരാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ആ മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാതെ മറിച്ചൊരു മാർഗം മതനിയമങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മതവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവരെ വേണം അവരോട് സംസാരിപ്പിക്കാൻ. അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇവരുടെ ബന്ധുക്കൾ പോയതുകൊണ്ടോ കരഞ്ഞു കാല് പിടിച്ചതുകൊണ്ടോ ഒന്നും അവിടെ അവരിൽ നിന്ന് ഒരു അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പല ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ഇറാൻ വഴി ആദ്യം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കിങ്ങനെ സംസാരിക്കാനുണ്ട്, ഞങ്ങളെ പ്രതിനിധി സംഘത്തെ അയക്കാം, നിങ്ങൾ ദയവായിട്ട് ഇതിനോട് സഹകരിക്കണം എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം. അത് അവർ ഇറാൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു യാഥാസ്ഥിതിക മത നേതൃത്വത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മതവിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം സംസാരിക്കാൻ പോകാൻ. അതിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്താം. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം ആ പ്രാദേശിക ഭരണകൂടവുമായിട്ട് ഒരു സമരഞ്ജസപ്പെട്ട ഒരു മാർഗം, അവരോടൊരു സമരസത ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബവുമായിട്ട് സംസാരിക്കണം. ആ കുടുംബത്തിൻ്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നമ്മുടെ വഴിക്ക് തന്ത്രപൂർവ്വം കൊണ്ടുവരികയാണ് വേണ്ടത്. അവർക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഈ ചോരപ്പണം ഉൾപ്പെടെ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം, നിറവേറ്റാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇത് മാത്രമേ ഇതിനകത്ത് കരണീയമായിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.